കഴിഞ്ഞ ദിവസങ്ങളിൽ മഷ്റൂം ക്ലാസ് എന്ന വിഭാഗത്തിൽ കൂൺ ഷെഡുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. സാധാരണക്കാരന്, പ്രത്യേകിച്ച് പുതുതായി കൂൺ കൃഷിയിലേക്ക് വരുന്ന നവാഗതർക്ക് എത്തിപ്പിടിക്കുവാൻ പറ്റുന്ന വലിപ്പത്തിലും രീതിയിലുമുള്ള കൂൺ ഷെഡുകളെ കുറിച്ചാണ് സംസാരിച്ചത്. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഉതകുന്ന കൂൺ കൃഷി പഠിക്കുന്നവർക്ക് ഉതകുന്ന ചെറിയ ഷെഡിനെ കുറിച്ചും, കുറച്ചുകൂടി വിപുലമായി കൂൺ കൃഷി ചെയ്തു തുടങ്ങുന്നവർക്ക് പാരമ്പര്യ രീതിയിലെ പഴയ കൂൺ ഫാമിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ശ്രേണിയിൽ ഇന്ന് പുതുതായി പ്രചാരത്തിലേക്ക് വന്നിരിക്കുന്ന ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം, ആ സിസ്റ്റത്തിലുള്ള ഷെഡുകളെ കുറിച്ചാണ് പറയേണ്ടത്. ഒരു നിശ്ചിത വലിപ്പമുള്ള കൂൺ ഫാമിനകത്ത്, ഫാം ഹൗസിനകത്ത് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ യാന്ത്രികമായി സ്വാഭാവിക രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ ഹണി കോം പാഡ് എന്ന ഉപകരണവും അതിനെ കേന്ദ്രീകരിച്ച് വലിയ ശക്തിയുള്ള എക്സ്ട്രോസ്റ്റ് ഫാനും ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം. അത്തരം ഷെഡിനകത്ത് കൂടുതൽ ഡെൻസിറ്റിയിൽ കൂൺ ബെഡുകൾ സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത. അതുപോലെ തന്നെ ഇത്തരം ഫാമുകളിൽ കീടങ്ങളുടെ ശല്യം മറ്റു ഫാമുകളെ അപേക്ഷിച്ച് വളരെ കുറയുന്നു, രോഗശല്യങ്ങളും കുറയുന്നു എന്നും കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയുമ്പോൾ ശക്തിയുള്ള എക്സ്ട്രോസ്റ്റ് ഫാനും ഹണി കോം പാഡും ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ബാരലിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മോട്ടോറുമാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ GI പൈപ്പിൽ കെട്ടിയുണ്ടാക്കിയ ഫ്രെയിം, ആ ഫ്രെയിമിൻ്റെ അടിയിൽ തറ കോൺക്രീറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ നിര കട്ട കെട്ടിയിരിക്കുന്നതായിരിക്കണം ബേസ്മെന്റ്. മുകളിൽ മേച്ചിനോടും സൈഡ് മറിക്കുന്നതിനുമൊപ്പം ഉപയോഗിക്കുന്നത് പാണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ പാണ്ടയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റുകളാണ് ഇപ്പം പ്രചാരത്തിലിരിക്കുന്നത്. ഇതും UV ഷീറ്റ് ഇനത്തിൽപ്പെട്ടതാവാം. 200 GSM എങ്കിലും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റ് വേണം പുറമെ ഉപയോഗിക്കുന്നതിന്. ഇത്തരം ഷീറ്റുകളൊക്കെ ഇന്ന് നമ്മുടെ വിപണിയിൽ സുലഭമായി ലഭ്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മറ്റു ഫാമുകളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത്തരം ഫാമുകളിലും എലി കയറാൻ സാധ്യതയുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫാമുകളിൽ തന്നെ എലി കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ മുൻകൂട്ടി എടുത്തിരിക്കണം. അതിനു വേണ്ടിയുള്ള നെറ്റുകൾ ഫാമിനകത്ത് സ്ഥാപിച്ചിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ്. മേച്ചിൽ ഷീറ്റുകളുടെ, സൈഡ് മറയ്ക്കുന്ന ഷീറ്റുകളുടെ കാര്യം പാണ്ട എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞതല്ല, സന്ദ്രഘോഷാലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ഉതകുന്ന UV ഷീറ്റുകൾ മറ്റ് ബ്രാൻഡുകളിലും ലഭ്യമാണ്. അത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഹിതമനുസരിച്ച് തേടി കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും ഉചിതം. ഈ പാണ്ട ഷീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് 90 മുതൽ 100-140 രൂപ വരെയുള്ള വിലയിൽ 200 GSM ഷീറ്റുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു 140 രൂപ വിലയുള്ള രൂപയല്ല കണക്കാക്കേണ്ടത്, അതിൻ്റെ ക്വാളിറ്റിയാണ് കണക്കാക്കേണ്ടത്. അത്തരം നല്ല ഷീറ്റുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കൂൺ കർഷകർക്ക് ഉചിതമായിട്ടുള്ളത്. അല്ലെങ്കിൽ മോശം സാധനം ഉപയോഗിക്കുമ്പോൾ മോശം അനുഭവമാണ് ഉണ്ടാകുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. കൂളിംഗ് പാഡുകൾ വിവിധ കമ്പനികളുടേത് വിവിധ ഗുണനിലവാരമുള്ളത് വിപണിയിൽ ലഭ്യമാണ്. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അത് പല വിധത്തിലും കാണാനായിട്ട് കഴിയും. നമുക്കാവശ്യം അലൂമിനിയമോ ഫൈബറിൻ്റെയോ ഫ്രെയിമുകളിൽ ഉറപ്പിച്ച, അകത്ത് അതിനാവശ്യമായ പൈപ്പുകളും മറ്റും സെറ്റ് ചെയ്ത നിശ്ചിത വലുപ്പത്തിലുള്ള കൂളിംഗ് പാഡുകളാണ്. ഇവ അയച്ചു തരുന്ന കമ്പനികൾ നാട്ടിൽ ഉണ്ട്. അത് മിക്ക കമ്പനികളും കേരളത്തിന് പുറത്താണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിമിതി. എന്നാൽ ഫാന് കേരളത്തിൽ തന്നെയുള്ള ചില കമ്പനികൾ സപ്ലൈ ചെയ്യുന്നുണ്ട്.
ഫാം ഹൗസിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഈ കൂളിംഗ് പാഡുകളും ഹണികോം പാഡുകളും നമ്മൾ മറുവശത്ത് ഉപയോഗിക്കുന്ന ഫാനുകളും തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത. അത് ഓരോരുത്തരും അവരെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫാമുകളുടെ വലിപ്പം കണക്കാക്കിയതിന് ശേഷം വേണം ഇത്തരം സാധനങ്ങൾക്ക്, ഉൽപ്പന്നങ്ങൾക്ക് ഓർഡറുകൾ കൊടുക്കാനായിട്ടുള്ളത്. പാഡുകളെ കുറിച്ച് പൂർത്തിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഫാം എന്ന് പറയുമ്പോൾ ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫാം ഹൗസ് എന്ന് പറയുന്നത് ഒരു 20x20 അടി വലുപ്പത്തിലുള്ളത് ആണെങ്കിൽ അത് കുറച്ചുകൂടി ഉചിതമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാഡിൽ നിന്ന് ഫാനിലേക്കുള്ള ദൂരം ഈ രണ്ട് വസ്തുക്കളുടെയും ഉപയോഗം കൃത്യത വരുത്തുവാനായിട്ട് സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ 20x20 അടി എന്ന് പറയുമ്പോൾ അത് 400 സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ ഉള്ളളവ് വരിക. 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫാമിൽ നമ്മൾ ഹണികോമ്പും പാഡും ഫാനും സെലക്ട് ചെയ്യുമ്പോൾ അത് 2 യൂണിറ്റ് വീതം വേണ്ടി വരും. ഞാൻ ഉദ്ദേശിക്കുന്നത് 8x4 അടി വലിപ്പമുള്ള 2 യൂണിറ്റ് ഹണികോമ്പ് എന്നാണ്. അതുപോലെ തന്നെ 1 മീറ്ററെങ്കിലും വലിപ്പമുള്ള 2 ഫാനുകളും ആ യൂണിറ്റിലേക്ക് ആവശ്യമായി വരും. ഇതാകട്ടെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ 20 അടി അകലത്തിൽ, ഇത് രണ്ടും പാഡിൽ നിന്ന് 20 അടി അകലത്തിലാണ് ഫാന് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫാമിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൃത്യതയോടുകൂടി അതിൻ്റെ അന്തരീക്ഷം ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഫാമിൻ്റെ വലിപ്പം 500 സ്ക്വയർ ഫീറ്റിലേക്ക് പോകുന്നുവെങ്കിൽ, അതായത് അതിൻ്റെ അളവുകൾ ഒരു 25 അടി x 20 അടിയിലേക്ക് പോകുമ്പോൾ അപ്പോഴും ഈ ഫാനും പാഡും സെറ്റ് ചെയ്യേണ്ടത് 20 അടി അകലത്തിലായിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം. എതിർ അഭിപ്രായമുള്ളവരുണ്ടാവാം. എന്നാൽ പോലും ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ പറയുന്നത്. ഫാനും പാഡും തമ്മിലുള്ള അകലം കൂടുന്തോറും അതിൻ്റെ പ്രവർത്തനം അത്ര കൃത്യതയോടുകൂടി നടക്കുന്നില്ല എന്ന് ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഇന്ന് കേരളത്തിലെ കൂൺ കർഷകർ, വളരെ ചെറിയ കൂൺ കർഷകർ പോലും സാമാന്യ ബോധം നേടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ വീഡിയോയുടെ ഒരു പൂർത്തീകരണത്തിന് കൂടി അതുകൂടി പറയാമെന്ന് വയ്ക്കുന്നു. അതായത് ഈ പാഡിനോട് അനുബന്ധിച്ച് ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് ആ ടാങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മോട്ടോർ ഉപയോഗിച്ച് പാഡിൻ്റെ മുകൾ വശത്തെ വാൽവിലേക്ക് ആ മോട്ടോർ കണക്ട് ചെയ്ത് വെള്ളം പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാഡിൻ്റെ അടിവശത്ത് 2 ഔട്ടർ വാൽവ് ഉണ്ടാവും. ഈ വാൽവിലൂടെ വരുന്ന വെള്ളം ഒരൊറ്റ PVC പൈപ്പിലേക്ക് കേന്ദ്രീകരിച്ച് അതിനോട് ബന്ധിപ്പിച്ച് തിരിച്ച് ടാങ്കിലേക്ക് പോകുന്ന സംവിധാനമാണ് ഈ ഹണികോമ്പ് ചെയ്യുന്നത്. അതേ അവസരത്തിൽ തന്നെ മറുവശത്ത് പ്രവർത്തിക്കുന്ന ഫാനുകൾ ഈ ഹണികോമ്പിൻ്റെ ഉള്ളിലൂടെ മാത്രം കടന്നു വരുന്ന വായുവിനെ ഷെഡിലെമ്പാടും വ്യാപിപ്പിച്ച് അതിൻ്റെ കുളിർമ നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൻ്റെ തത്വം തന്നെ. ഇവിടെ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വിപണിയിൽ കിട്ടുന്ന പലതരം മോട്ടോറുകളുണ്ട്. എന്നാൽ ചില മോട്ടോറുകൾ വളരെ കുറഞ്ഞ കറണ്ട് ചാർജിൽ പ്രവർത്തിക്കുന്നവ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. ഇക്കാര്യത്തിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒന്ന് JPT 4800 എന്ന പേരിൽ അറിയപ്പെടുന്ന സൺസൺ എന്ന കമ്പനിയുടെ സൺസൺ JPT 4800 എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ കമ്പനിയുടെ മോട്ടോർ വളരെ ഉതകുന്നതായിട്ട്, ഉചിതമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പാഡിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, ഈ ഹണികോം പാഡിലൂടെ ഒഴുകുന്ന വെള്ളം, അതിനകത്തോട് വന്ന് പ്രവേശിക്കുന്ന വെള്ളം പാഡിലെമ്പാടും നിറഞ്ഞ് ആണ് താഴോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാഡിലൂടെ കടന്നു വരുന്ന വെള്ളം, അതിൻ്റെ കുളിർമ, അതിലൂടെ വായു കടന്നു വരുന്ന, വെള്ളത്തിലൂടെ കടന്നു വരുന്ന വായു മറ്റേ ഫാമിലെമ്പാടും നിറഞ്ഞ് കുളിർമ നിലനിർത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ പാടിലൂടെ മാത്രമേ ഫാമിലേക്ക് വായു പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന കാര്യം മറക്കരുത്.
എന്ന് വെച്ചാൽ ഈ ഫാം മറ്റ് ഒരു ഇടത്തിലൂടെയും വായു അകത്തേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ സീൽ ചെയ്യപ്പെട്ടതായിരിക്കണം. എന്നാൽ മാത്രമേ ഈ തത്വം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. പലപ്പോഴും ഇതിൻ്റെ സീലിംഗ്, ഫാമിൻ്റെ ഉള്ളിലെ സീലിംഗ് കൃത്യത വരാത്തത് കൊണ്ട് എല്ലാ വിടവിലൂടെയും ഫാൻ പ്രവർത്തിക്കുമ്പോൾ അകത്ത് വായു ഇല്ലാത്തത് കൊണ്ട് പ്രാഥമികമായി ഫാൻ ചെയ്യുന്ന ഒരു തത്വം ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ ഫാമിനകത്തുള്ള വായു വലിച്ചു പുറത്തേക്ക് കളയുന്നു എന്നുള്ളതാണ്. കൂടെ ഫാമിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും പുറന്തള്ളുന്നു എന്നുള്ളത് ഫാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിനകത്തെ വായു ഫാന് വലിച്ചു പുറത്തേക്ക് തള്ളുമ്പോൾ സ്വാഭാവികമായും വായു ഇല്ലാത്ത ഇടത്തേക്ക് പുറമെ നിന്ന് വായു തള്ളി കയറി വരുന്നതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും മറ്റ് വിടവുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ എല്ലാം വായു അകത്തേക്ക് വരികയും ഫാൻ ആൻഡ് പാഡ് തത്വം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് നാം ഇന്ന് ഉപയോഗിക്കുന്നത് ഫുൾ ഷീറ്റ് എന്ന ഉൽപ്പന്നമാണ്. അത് കേരളത്തിൽ ഇന്ന് സുലഭമാണ്. പല വലിപ്പത്തിലും ഗുണനിലവാരത്തിലും ഒക്കെയുള്ള പാഡുകളുണ്ട്, അലുമിനിയം ബബിൾ ഷീറ്റുകളുണ്ട്. അപ്പോൾ അത് പൂൺ കർഷകർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നത് ഏറ്റവും ഉചിതമായ വസ്തു 8mm ഡബിൾ സൈഡ് അലൂമിനിയം ഫോയിലുള്ള ബബിൾ ഷീറ്റുകളാണ്. എറണാകുളത്ത് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് കഴിയും. ഏകദേശം ഈ 8mm ബബിൾ ഷീറ്റ് 11-13 രൂപയ്ക്ക് നമുക്ക് ഇന്ന് സുലഭമായി ലഭ്യമാണ്. അലൂമിനിയം ബബിൾ ഷീറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യവും കൂടി മുൻകൂട്ടി മനസ്സിൽ കണ്ടുവേണം ഫാമിൻ്റെ ഫ്രെയിം നാം നിർമ്മിക്കേണ്ടത്. അതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഫ്രെയിം വ്യത്യസ്തപ്പെടുത്തി ചെയ്യേണ്ടതാണ്. അത് ഒട്ടിക്കാവുന്നതാണ്, സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ഏർപ്പെടുത്തണം. യാതൊരു വിടവും ഉണ്ടാകാതെ ഇത് സെറ്റ് ചെയ്യുന്ന ഫാമുകളിൽ വളരെ കൃത്യതയോടുകൂടി ഫാം പ്രവർത്തിക്കുന്നത് കാണാം. ഫാനിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും മോട്ടോർ അടക്കമുള്ള ഫാനുകൾ ഒരു ബോക്സ് പോലെ പ്രത്യേക ഫ്രെയിമിനകത്ത് ഫിറ്റ് ചെയ്ത ബോക്സുകൾ വരാറുണ്ട്, ഫാനുകൾ വരാറുണ്ട്. ഇത്തരം ഫാനുകൾ നല്ല കമ്പനിയുടേത് വാങ്ങി ഉപയോഗിക്കണം. ഏകദേശം ഒരു യൂണിറ്റ് ഫാനും ഹണികോംബ് പാഡ്, അതായത് ഈ 8 അടി പാഡ് 1 മീറ്റർ ഫാന് നമുക്ക് ഇന്ന് ഏകദേശം 40,000 രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഒരു യൂണിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫാൻ ആൻഡ് പാഡ് തന്നെ ഒരു ഫാമിലേക്ക് 400-500 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാമിലേക്ക് 80,000-ഓളം രൂപ വിപണി വിലയുണ്ട് എന്ന് ഓർക്കുക. ഒരു ഫാമിൻ്റെ പ്രവർത്തനത്തിൽ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഒരു ഫാനിൻ്റെ നിർമ്മാണത്തിൽ 30-35% തുക അതിൻ്റെ ജോലിക്കൂലി, നിർമ്മാണ ചെലവ് എന്ന രീതിയിൽ വരാറുണ്ട്. അതുകൂടി കണ്ടുവേണം ഇത്തരം പ്രവൃത്തിയിലേക്ക് നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഒരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഫാം ഹൗസിനെ കുറിച്ച് പ്രാഥമികമായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. 2 ജോഡി ഫാൻ ആൻഡ് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2ൻ്റെയും കൂടി സെൻറ്ററിൽ വരുന്ന വിധത്തിൽ നമുക്ക് വാതിലുകൾ സജ്ജീകരിക്കാം. ഒരു വാതിലേ ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റ് ജനലുകൾ ഒന്നും ഈ ഫാമിലേക്ക് ആവശ്യമില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മച്ചിൽ അലൂമിനിയം ബബിൾ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ അത് കഴിയുന്നതും ഫാമിൻ്റെ രൂപം ഒരു പെട്ടി പോലെ ചതുര രൂപത്തിൽ വരുന്ന വിധത്തിൽ, അതായത് മോന്താഴത്തിൻ്റെ ആ കൂർത്ത ഭാഗം ഒഴിവാക്കിക്കൊണ്ട് സ്ഥാപിക്കുന്നത് സുഗമമായ പ്രവർത്തനത്തിന് നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഫാനിൻ്റെ കൃത്യതയോടുള്ള പ്രവർത്തനത്തിന് അതായിരിക്കും നല്ലത്.